സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറേഴ്സ് അസോസിയേഷൻ കേരളയുടെ കാസർഗോഡ് ജില്ലാതല ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് നടന്നു. യോഗത്തിൽ വെച്ച് പുതുതായി സംഘടനയുടെ വനിതാ കമ്മിറ്റിയും രൂപീകരിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സ്ഥാനവും പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനായി നടത്തുന്ന സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിലൂടെ മാത്രമേ സമത്വം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറേഴ്സ് അസോസിയേഷൻ കേരളയുടെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി KV കോമളവല്ലി അഭിപ്രായപ്പെട്ടു. സംഘടനയുടെ കാസർഗോഡ് ജില്ലാതല ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും വനിതാ കമ്മിറ്റി രൂപീകരണവും ഉദ്ഘാടനം ചെയ്ത് പടന്നക്കാട് നല്ലിടയൻ ദേവാലയം ഹാളിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ വിർച്വൽ മീറ്റിംഗിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ ജോലി ചെയ്യുന്ന നമുക്ക് പെൻഷൻ തരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വളർച്ചയെ കുറിച്ചാണ്. അത് ഈ നടപ്പ് സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്തം ലാഭം 93 ലക്ഷത്തിൽ അധികമാണ്. ആ മൊത്തം ലാഭത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാത്രം പങ്ക് 39 ലക്ഷമാണ്. അത് ഒരു ചെറിയ സംഗതിയല്ല. അതുപോലെ ബിസിനസിന്റെ കാര്യത്തിൽ 100 ലക്ഷം കോടിയാണ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 100 ലക്ഷം കോടി കിട്ടിയിട്ടതിൽ അതിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് PV രവീന്ദ്രൻ നായർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി V മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പത്താനത്ത്, K പത്മനാഭ ഭട്ട്, ജോയിന്റ് സെക്രട്ടറി M കൃഷ്ണൻ, H ശങ്കർ പൈ, KV കൃഷ്ണൻ, M വിജയൻ എന്നിവർ സംസാരിച്ചു. PV വിജയൻ, KP കരുണാകരൻ നമ്പ്യാർ എന്നിവർക്ക് ആദരവ് നൽകി. വനിതാ കമ്മിറ്റിയുടെ പ്രഥമ ഭാരവാഹികളായി പ്രസിഡന്റായി TR സുധയെയും, വൈസ് പ്രസിഡന്റായി P ജാനകിയെയും, സെക്രട്ടറിയായി രുക്മിണി രാജേഷിനെയും, ജോയിന്റ് സെക്രട്ടറിയായി സരോജിനി കുട്ടിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.